പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ അതിലേക്കും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് പഠിക്കാൻ വന്നിട്ട് ഇരുന്നതാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു കുറച്ച് അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 പിക്ചേഴ്സാണ് കേട്ടോ ചെയ്തത്. ഫസ്റ്റ് എനിക്ക് ഈ ഒരു നമ്മുടെ ഒരു ഫ്ലവേഴ്സ് പോട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സും പിന്നെ അതിൻ്റെ ആ ഒരു പോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ നമുക്ക് ഇതിൽ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മെല്ലെ അത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അടുത്ത് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. കാരണം നമുക്ക് കളറ് അതിൽ ഇനി സ്പ്രെഡ് ചെയ്യുന്നതാണ്, അപ്പോൾ പുറത്തേക്ക് പോകും. ഇത് ഒരു ഔട്ട്ലൈനാണ് ശരിക്കും. ആ കളർ അതിൻ്റെ ആ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ലൈനാണിത്. ഇതെടുത്തോ, ഇതിൽ നിന്ന് എടുത്തിട്ട് ചെയ്തോ. ഫസ്റ്റിന് ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ അതായത് ഈ ഒരു കംപ്ലീറ്റ് ചിത്രത്തിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആ ഒരു ചേച്ചി യൂസ് ചെയ്തത് ഒരു യെല്ലോ കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ചിത്രത്തിനും ഓരോ ഭംഗിയല്ലേ. അപ്പോൾ ടീച്ചർ കാണിച്ചു തരുന്ന കേട്ടോ. ആ ഒരു കണ്ണൻ്റെ ആ ഒരു ഇതിൽ ടീച്ചർ കാണിച്ചു തരുമായിരുന്നു. അത് കംപ്ലീറ്റ് ആക്കില്ല, ജസ്റ്റ് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ടീച്ചർ ഇത് മുമ്പ് പോലെ എനിക്ക് കിട്ടിയ പിക്ചർ ഉണ്ടല്ലോ, അത് ചെയ്ത് വെച്ച സംഭവം വന്നിട്ട് അതിൻ്റെ ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളറിങ് കൂടി ടീച്ചർ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതിവിടെ കുറച്ചോട്ടെ. ഇത് ആദ്യം എന്ത് ചെയ്യണം അറിയാം. ഇനി ജസ്റ്റ് ഒരു പറ്റൂല കുറച്ചോ ഇതിൽ തന്നെ ചെയ്തു കുഴപ്പമില്ല. പ്രത്യേകത എക്സ്ട്രാ ഇതെന്ത്? ഇത് കുറച്ച് പൊങ്ങിയിട്ട് കാണുന്നില്ലേ? അതന്നെ പൊങ്ങിയുണ്ടല്ലോ ഇത് ഇതില് ചെയ്യണ്ട. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. 12 മണി ഇപ്പൊ തന്നെ ആയി, 12 ആകുമ്പോഴത്തേക്ക് തീരുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നറിയാം, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോർഷന് ഹൈലൈറ്റ് ചെയ്യണം, ഒന്ന് എംബോസ് ചെയ്യണം. കുറച്ച് പൊക്കിയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ പൂവിനെ വേണമെങ്കിൽ എംബോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിനെ എംബോസ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഏതെങ്കിലും ഇതിലിപ്പോൾ എംബോസ് ചെയ്യുന്നത് ഈ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പൊക്കി കാണിക്കാം. അതിന് എന്ത് ചെയ്യേണ്ടത്, ഫാബ്രിക് ഗ്ലൂവിന് നമ്മൾ എന്ത് ചെയ്യണം, ആ അത്ര പോർഷനിൽ നമുക്ക് ഏത് പോർഷനാണോ എംബോസ് ചെയ്യേണ്ടത് അത്ര പോർഷനിൽ നമ്മൾ ഇട്ട് വെക്കണം. നിറച്ച് നല്ല കട്ടിയിൽ ഇട്ട് വെക്കണം. ഇങ്ങനെ കട്ടിയിൽ ഇട്ട് വെക്കണം. ഫാബ്രിക് ഗ്ലൂവിൻ്റെ ഒരു ഗുണം എന്താ അറിയാ, ഫാബ്രിക് ഗ്ലൂ ഉണങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആവും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയി. അപ്പോൾ ഒരു ലെയറോ 2 ലെയറോ ഇത് ഒന്ന് കുറച്ച് ഉണങ്ങി കാണുമ്പോൾ ആദ്യം എൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ഇടാം. അപ്പോൾ അത് പിന്നെ കുറച്ച് പൊങ്ങി വരും. അത് എത്ര നമ്മൾ ഇടുന്നോ അത്ര അത് പൊങ്ങി വരും. ഇപ്പം ചില പിക്ചറിൽ ഏതെങ്കിലും പിക്ചർ നിങ്ങൾക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പൊക്കി കാണിക്കണമെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത്.
ഉണങ്ങിക്കഴിയുമ്പോൾ അത് കാണുകയില്ല, ആ പിക്ചറേ കാണുമല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് നോർമലി ചെയ്താൽ മതി. അപ്പം അതിങ്ങനെ പൊങ്ങി കാണിക്കും കേട്ടോ. ചില പോർഷൻസ് മൊത്തം പിക്ചർ എംബോസ് ചെയ്യാൻ പാടില്ല. അതിൽ നമ്മൾ പൂക്കൾ ബൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കളിൽ മാത്രം എംബോസ് ചെയ്യാം, ബാക്കി അവിടെ അങ്ങനെ താണ. അപ്പോൾ അതൊരു 2D ഇഫക്റ്റ് കിട്ടും പിക്ചറിന് കേട്ടോ. അപ്പോൾ ഇതന്നെ ഉണങ്ങട്ട്, ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യാതെ ഇടേ എൻ്റെ കളറിങ് ചെയ്താൽ മതി. ഈ വലുത് ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നതാണ് ആദ്യം കാണുക. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയൊരു വീഡിയോയുമായി ലൈവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.